ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അത്ഭുതപ്പെടുത്തുന്നത് എന്ന് സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി. സെല്ലിലെ വലിപ്പമുള്ള കമ്പികൾ മുറിക്കാനായത് എങ്ങനെ എന്ന് തെളിയിക്കപ്പെടണം. ജീവനക്കാർക്ക് പാളിച്ച സംഭവിച്ചുവെന്ന് സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മിറ്റി പറയുന്നു. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും മുൻ DGP ജേക്കബ് പുന്നൂസും ഇന്നലെ ജയിലിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഫെലിക്സ് ചേരുന്നു വിശദ വിവരങ്ങളുമായി. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഇന്നലെ വന്ന ആ സന്ദർശനത്തിനൊടുവിൽ നമുക്ക് ലഭ്യമാകുന്നത്. പ്രത്യേക അന്വേഷണ സമിതിയുടെ കണ്ടെത്തലിൽ എങ്ങനെയാണ് ഈ വലിപ്പമേറിയ കമ്പികൾ മുറിച്ചത് എന്നത്. മറ്റൊന്ന്, മതിലുകൾ, ചുവരുകളൊക്കെ തകരാറായി ഇരുന്നതാണ്, തകരാൻ കാലം അതിക്രമിച്ചിരുന്നതാണ്, അത്രയും ഇളകി പൊളിഞ്ഞു പോകുന്ന തരത്തിലായിരുന്നു തുടങ്ങി വിവിധ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒരു സെൻട്രൽ ജയിൽ ഇങ്ങനെയാണോ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? സുരക്ഷാ ക്രമീകരണങ്ങൾ ഇങ്ങനെയാണോ നിലനിർത്തേണ്ടത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ. വിശദവിവരങ്ങൾ എന്താണ് ഫെലിക്സ്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഇതിലൊരു ഗുരുതര വീഴ്ച ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് തന്നെയാണ് ആദ്യ ദിനം ഈ അന്വേഷണ സമിതി അവിടെ എത്തിയ സമയത്ത് കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രധാനമായും അവരെ അത്ഭുതപ്പെടുത്തുന്നത് ഇത്രയും വലിപ്പമുള്ള സെല്ലിലെ കമ്പി എങ്ങനെ മുറിച്ച് പുറത്തേക്ക് കടന്നു എന്നതാണ്. അങ്ങനെ മുറിച്ച് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ആയുധം എങ്ങനെ ഇയാൾക്ക് കിട്ടി എന്നതും വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. വളരെ സ്മൂത്തായിട്ടാണ് ഈ കമ്പി മുറിച്ചിട്ടുള്ളത് എന്നതാണ് ഈ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും ജേക്കബ് പുന്നൂസും അവിടെ എത്തി കണ്ടപ്പോൾ മനസ്സിലായത്. അങ്ങനെ ഒരു ആയുധം എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ അത് മുറിക്കുന്ന ശബ്ദം മറ്റാരും കേട്ടില്ലേ? മാത്രമല്ല ഇത്രയും സമയമെടുത്ത് ഇത് മുറിക്കുമ്പോൾ ജീവനക്കാരും കണ്ടില്ലേ? ഒപ്പം ഈ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജയിലിന് മതിലിന് പുറത്തേക്ക് ചാടുന്നത്. ഈ 3 മണിക്കൂർ അവിടെ ഉണ്ടായിട്ടും അവിടെയുള്ള ഉദ്യോഗസ്ഥർ കണ്ടില്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് അവരെ തന്നെ അതിശയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. ഒപ്പം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരിതാപകരം എന്നതാണ്, അതായത് അവരുടെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ മതിൽ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറാവുന്ന അവസ്ഥയിലാണ് എന്നുകൂടി അന്വേഷണ സമിതി ആദ്യ ദിനം കണ്ടപ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ ജീവനക്കാരെ വേണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലെ സന്ദർശനം തുടരും. ശരി, ഫെലിക്സാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്നും അവരുടെ പരിശോധനകൾ തുടരും. സഹതടവുകാരുടെയും ജീവനക്കാരുടെയും ഒക്കെ മൊഴിയെടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.